ഇത് നമ്മൾ ചെയ്യുന്നത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇതുപോലെ 2 ലെയറൊക്കെ ആയിട്ട് വരുന്ന ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് പൊടി വാട്ടി കുഴച്ചിട്ടൊക്കെയാണ്. ഇതുപോലെ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി വാട്ടുകയും കുഴക്കുകയും ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടുനോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് ചോറാണ് വേണ്ടത്. ഇനി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയും ചോറും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉപ്പെല്ലാം അടുത്ത് നിർത്തുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, ആ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നിർത്തിയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരളവിൽ ഒരു 3 തവണയായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഓരോ ഉരുളകളാക്കി എടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിലുള്ള ഓരോ ഉരുളകളാക്കി എടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ബോൾസാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ കയ്യിൽ പത്തിരി പരത്തുന്ന പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിൽ പത്തിരി പരത്തുന്ന പ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇത് ആദ്യത്തെ തവണ മാത്രം ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി. ഓരോ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ വെളിച്ചെണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരൊറ്റ തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് ഈ കവറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിങ്ങനെ അടച്ച് വെച്ച് ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുക്കുന്നത്. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് അങ്ങ് അമർത്തി കൊടുക്കുമ്പോൾ വേഗം തന്നെ ഇത് പരന്ന് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമുക്കിത് ഓരോന്നായിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കുക, അതല്ലെങ്കിൽ എല്ലാം പരത്തി വെച്ച് ഒരു പൊടിയിലൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒരുമിച്ച് അങ്ങ് ചുട്ടെടുത്താലും മതി. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊടി തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുക. ആദ്യത്തെ തവണ വേഗം തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയാലും നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുമല്ലോ, അതുപോലെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പരത്തി ചുട്ടെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ ഇത് പരത്തി കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വെച്ചിട്ടൊക്കെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്